കിങ്സ് ഇന്ത്യൻ ഡിഫൻസ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ്? ഗോൾഫ്, ബാസ്കറ്റ്ബോൾ, ചെസ്, ബില്യാർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ് ചെസ്. ഇത് കൂടാതെ ഗാംബിറ്റ്, നൈറ്റ്, റൂക്ക്, ബിഷപ്പ് എന്നീ പദങ്ങളും ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ക്യൂൻസ്ബെറി റൂൾസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ്? എ ഗോൾഫ്, ബി ബാസ്കറ്റ്ബോൾ, സി ബോക്സിംഗ്, ഡി ബില്യാർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ് ബോക്സിംഗ്. റാബിറ്റ് പഞ്ച് എന്ന പേരും ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോക്സിംഗ് കളിയുടെ കളിസ്ഥലം അറിയപ്പെടുന്നത് റിംഗ് എന്നാണ്. ക്യൂൻസ്ബെറി റൂൾസ് ബോക്സിംഗുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ക്യൂ എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഫ്, ബില്യാർഡ്, ബാസ്കറ്റ്ബോൾ, ചെസ്. ആൻസർ ബി ബില്യാർഡ്. ഒരു ബില്യാർഡ് ടേബിൾ ആകെ 22 പന്തുകളാണ് ഉണ്ടാവുക. ഫ്രീ ത്രോ, കോമൺ ഫൗൾ, ടെക്നിക്കൽ ഫൗൾ, ഓവർഹെഡ് എന്നീ പദങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്കറ്റ്ബോൾ, ബേസ്ബോൾ, വോളിബോൾ, ഫുട്ബോൾ. ആൻസർ ഓപ്ഷൻ എ ആണ് ബാസ്കറ്റ്ബോൾ. ഒരു ബാസ്കറ്റ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 5 ആണ്. കാഠി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഫ്, ബില്യാർഡ്, ബാസ്കറ്റ്ബോൾ, ചെസ്. ആൻസർ ഓപ്ഷൻ എ ആണ് ഗോൾഫ്. ഏറ്റവും വലിയ കളിക്കളം വേണ്ടത് ഗോൾഫിനാണ്. ഒരു ഗോൾഫ് കളിക്കളത്തിൽ 18 ബോൾ സോക്കറ്റുകളാണ് ഉണ്ടാവുക. ഗോൾഫിൻ്റെ കളിസ്ഥലം അറിയപ്പെടുന്ന പേര് കോഴ്സ് എന്നാണ്. അടുത്ത പദം ചക്കർ എന്നതാണ്. ചക്കർ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്ന ഗെയിം ഏതാണ്? ഗോൾഫ്, ചെസ്, പോളോ, ടെന്നീസ്. ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ് പോളോ. പോളോയുടെ കളിസ്ഥലം അറിയപ്പെടുന്ന പേര് അരേന എന്നാണ്. പോളോയുടെ ഓരോ ടീമിലും സാധാരണ 4 കളിക്കാരാണ് ഉണ്ടാവുക. ഡ്യൂസ്, എയ്സ്, ഡബിൾ ഫോൾഡ് എന്നിവ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ്? ഗോൾഫ്, ചെസ്, പോളോ, ടെന്നീസ്. ആൻസർ ഓപ്ഷൻ ഡി ടെന്നീസ്. പ്രശസ്ത ടെന്നീസ് താരം സാനിയ മിർസയുടെ ആത്മകഥയാണ് എയ്ഡ്സ് എഗൻസ്റ്റ് ഓഡ്സ്. തന്നിരിക്കുന്നതിൽ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത പദം ഏതാണ്? LBW, ഗല്ലി, ചൈനാമാൻ, ഫുള്ളി. ആൻസർ ഓപ്ഷൻ ഡി ആണ് ബുള്ളി. ക്രിക്കറ്റ് ദേശീയ വിനോദമായിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയയാണ്. ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ എണ്ണം 11. ഫ്രീ സ്റ്റൈൽ, ബാക്ക് സ്ട്രോക്ക്, ബ്രസ്റ്റ് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്? ടെന്നീസ്, നീന്തൽ, ഗുസ്തി, വെയ്റ്റ് ലിഫ്റ്റിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ് നീന്തൽ. ഹാഫ് നെൽസൺ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്, നീന്തൽ, ഗുസ്തി, ഭാരോദ്വഹനം. ആൻസർ ഓപ്ഷൻ സി ഗുസ്തി. അടുത്ത പദം പരിചയപ്പെടാം. ജെർക്ക്, സ്നാച്ച് എന്നീ പദങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഗെയിമാണ് ടെന്നീസ്, നീന്തൽ, ഗുസ്തി, വെയ്റ്റ് ലിഫ്റ്റിംഗ്. ആൻസർ ഡി വെയ്റ്റ് ലിഫ്റ്റിംഗ്. പൂന ഗെയിം എന്നറിയപ്പെടുന്നത് വോളിബോൾ, ടേബിൾ ടെന്നീസ്, കബഡി, ബാഡ്മിൻ്റൺ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാഡ്മിൻ്റൺ. ഒരു ഷട്ടിൽ കോക്കിൽ 16 തൂവലുകളാണ് ഉള്ളത്. ഇന്തോനേഷ്യയുടെ ദേശീയ കായിക വിനോദം ബാഡ്മിൻ്റനാണ്. മിൻഡോനെറ്റ് എന്നത് ഏത് കളിയുടെ പഴയ പേരാണ്? വോളിബോൾ, ടേബിൾ ടെന്നീസ്, കബഡി, ബാഡ്മിൻ്റൺ. ആൻസർ ഓപ്ഷൻ എ വോളിബോൾ. വോളിബോൾ ശ്രീലങ്കയുടെ ദേശീയ വിനോദമാണ്. വോളിബോൾ കളിസ്ഥലം അറിയപ്പെടുന്ന പേര് കോർട്ട് എന്നാണ്. വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 6 ആണ്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് വോളിബോൾ, ടേബിൾ ടെന്നീസ്, കബഡി, ബാഡ്മിൻ്റൺ. ആൻസർ ബി ടേബിൾ ടെന്നീസ്.